ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. റോസ്റ്റ് എന്ന് പറഞ്ഞാൽ മസാലകളൊന്നും ചേർക്കാതെ നമ്മൾ വെക്കണ ഒരു റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 തണ്ട് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇത് ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം, പുറത്ത് വയ്ക്കണമെങ്കിൽ പുറത്ത് വയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അരമണിക്കൂറിന് ശേഷം ഞാൻ ഗ്യാസ് കത്തിച്ചു, പാൻ വെച്ചു. ആ പാൻ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഞാനൊരു 2 സബോള എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക, അത്രേ വേണ്ടൂ. പിന്നെ അതിലേക്ക് ഞാനൊരു 3 ടീസ്പൂണ് വറ്റൽമുളക് ചതച്ചതാണ് കേട്ടോ, മിക്സിയിലിട്ടിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. ഇതിനി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കണം ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. ആ ഉള്ളിയും പിന്നെ ഈ മുളകും എല്ലാം എല്ലാ ചിക്കൻ്റെ മുകളിലും ഇങ്ങനെ നന്നായി പിടിക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, ചിക്കനിൽ ഇത് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ ഇനി ഇതിന് പണി. ഇനി ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ ഒന്ന് നല്ലോണം റോസ്റ്റ് പോലെ ആവണം. അതുവരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ചിക്കനിലത്തെ വെള്ളമൊക്കെ വറ്റി ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഡ്രൈ ആവണം. ഇതിൽ കിടന്നിങ്ങനെ നല്ല റോസ്റ്റ് പോലെ ആവണം. ഇതിൻ്റെ ഈ കളറൊക്കെ ഒന്ന് മാറും. അതുവരെ നമുക്കിതൊന്നും ഇങ്ങനെ നന്നായിട്ട് ഇപ്പോൾ ഞാൻ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തീയൊന്ന് മീഡിയം ടു ലോയിൽ വെക്കാം കേട്ടോ. നല്ല സിമ്മിലും അല്ല, എന്നാൽ മീഡിയത്തിലും അല്ല, ആ ലെവലിൽ വെക്കണം. എന്നിട്ടിത് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ ഇതിൽ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കണ്ടു, നല്ല ഡ്രൈ ആയി നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ ചിക്കൻ വെച്ചിട്ട്. എന്നാൽ മസാലകളൊന്നും ചേർക്കാതെ തന്നെ ഇത് നല്ല സ്വാദാണ് കഴിക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക്